ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഇന്നലെ വാട്സിൻ മാ ബാഗ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് എല്ലാവർക്കും കണ്ട് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത് സൺഡേ ആണ്, ഒരു അവധി ദിവസമാണല്ലോ. അപ്പോൾ ടീച്ചർമാർ പഠിപ്പിച്ചതൊക്കെ ഞാനൊന്ന് റിവിഷൻ ചെയ്യുവാണ് കേട്ടോ. വിത്തൗട്ട് എഡ്യൂക്കേഷൻ ദർ ഇസ് നോ ഫ്യൂച്ചർ എന്ന് വെച്ചാൽ എന്താ? നല്ല വിദ്യാഭ്യാസം ഇല്ലെങ്കിൽ നമുക്ക് നല്ല ഫ്യൂച്ചർ ഉണ്ടാവത്തില്ല. അപ്പൊ അതുകൊണ്ട് എന്താ നമ്മൾ ചെയ്യേണ്ടത്? നമുക്ക് സമയം കിട്ടുമ്പോഴൊക്കെ നമ്മൾ പഠിക്കണം. അപ്പൊ ഞാൻ ഇന്ന് റിവിഷൻ ചെയ്യാൻ വേണ്ടി പോകുന്ന ഇംഗ്ലീഷ് യൂണിറ്റ് 1 ഫൺ വിത്ത് ഫ്രണ്ട്സ് ആണ്. ലുക്ക് അറ്റ് ദിസ് പിക്ചർ സ്റ്റോറി. കം ഡിയർ ഹൺ, ലെറ്റ് us go to the village fair. എന്ന് വെച്ചാൽ എന്താ? വരൂ കോഴി, നമുക്ക് ഗ്രാമങ്ങളിലുള്ള കൊച്ചു കൊച്ചു കച്ചവടങ്ങൾ കാണാൻ പോകും. അന്ന് ആരാ പറയുന്നേ? താറാവ് കോഴിയോടാണ് പറയുന്നത്. അപ്പൊ നമുക്ക് കോഴി താറാവിനോട് പറയുന്നത് നോക്കാം. All right, let me bring my chicks. എല്ലാം ശരിയാണ്, ഞാൻ എന്റെ കോഴിക്കുഞ്ഞുങ്ങളെ കൊണ്ടുവരാം. Come ducklings, let us go. വരൂ താറാവ് കുഞ്ഞുങ്ങളെ, നമുക്ക് പോവാം. താറാവ് പറയാണ്, താറാവ് കുഞ്ഞുങ്ങളും നമുക്ക് പോവാം. താറാവ് കുഞ്ഞുങ്ങളെ നമുക്ക് പോവാട്ടോ. We have reached the stream. അപ്പൊ താറാവ് പറയാണ്, നമ്മൾ പുഴയിലെത്തി. I cannot swim. അപ്പൊ കോഴി പറയാണ്, എനിക്ക് നീന്താൻ കഴിയില്ല. How shall we cross the stream? നമ്മൾ എങ്ങനെ സ്ട്രീം കടക്കും? അങ്ങനെ ആരാ പറഞ്ഞത്? ഒരു കോഴിക്കുഞ്ഞ്. I have a plan. എനിക്കൊരു പ്ലാൻ ഉണ്ട്. ആ ഡക്കാണ് പറഞ്ഞത്. അപ്പൊ ഇതാണ് നമ്മുടെ സ്റ്റോറി. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായില്ലേ? അപ്പൊ ഇതിനകത്ത് നമ്മൾ എന്താ പഠിക്കണ്ടേ? ഡക്കിന് നീന്താൻ കഴിയും, പക്ഷേ കോഴിക്ക് നീന്താൻ കഴിയില്ല. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ ആൻസേഴ്സിൽ കിടക്കാം. How many ducklings and chicks can you see in the picture? എത്ര കോഴിക്കുഞ്ഞുങ്ങളെയും താറാക്കുഞ്ഞുങ്ങളെയും നിങ്ങൾക്ക് കാണാമെന്ന്. അപ്പോൾ there are 3 chicks and 3 ducklings in the picture. The duck and the hen are the friends. How do you know? ഡക്കും ഹെന്നും ഫ്രണ്ട്സ് ആണോ? നിങ്ങൾക്ക് എങ്ങനെ അറിയാം? Yes, the duck and the hen are friends. ആ ഡക്കും ഹെന്നും ഫ്രണ്ട്സ് ആണ്. The duck helps the hen and her babies in crossing the stream. ആ ഡക്ക് ആ ഹെന്നിന്റെ ബേബീസിനെയും ഹെൽപ്പ് ചെയ്തു. How did the hen and the chicks cross the stream? The duck and the ducklings take hen and chicks on their back and swam across the stream. ആ ഡക്കും ഡക്ലിങ്സും ആ ഡക്ക് ഹെന്നിനെ എടുത്തു പുറത്ത് കയറ്റി, ഡക്ലിങ്സ് ചിക്സിനെ എടുത്ത് പുറത്ത് കയറ്റി. എന്നിട്ട് ആ ഡക്കും ഡക്ലിങ്സും ആണ് സ്വിം ചെയ്തിട്ട് ആ സ്ട്രീം കിടന്നത്. Have you ever helped your friend? How did you help? നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ടിനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടോ? എങ്ങനെയാ ഹെൽപ്പ് ചെയ്തേ? Yes, one day my friend forgot to bring pen. Yes, one day my friend, ഒരു ദിവസം എൻ്റെ ഫ്രണ്ട് പേന കൊണ്ടുവരാൻ മറന്നു. So I gave my extra pen to her. അപ്പോൾ എൻ്റെ കയ്യിലിരുന്ന ഒരു എക്സ്ട്രാ പെൻ ഞാൻ കൊടുത്തു. അപ്പോൾ ഇതേപോലെ തന്നെ നിങ്ങളൊക്കെ നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഹെൽപ്പ് ചെയ്തിട്ടില്ലേ? അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിന് എന്തെങ്കിലും ആപത്ത് വന്നാൽ അപ്പം നമുക്ക് പറ്റാവുന്നത് പോലെ നിങ്ങളെ ഫ്രണ്ട്സിനെ ഹെൽപ്പ് ചെയ്യണം. അപ്പൊ നമുക്ക് 5th ക്വസ്റ്റ്യൻ ആയിട്ട് കിടക്കാം. Did you feel happy to help your friend? Yes, I feel happy to help my friend. എന്ന് വെച്ചാൽ എന്താ? യെസ്, എനിക്ക് നല്ല ഹാപ്പിയാണ് എനിക്ക് എൻ്റെ ഫ്രണ്ട്സിനെ ഹെൽപ്പ് ചെയ്യാനായിട്ട്. അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ ക്വസ്റ്റ്യൻ ആൻസേഴ്സും. ഇനി നമ്മൾക്ക് ആനിമൽ ആൻഡ് യങ് വൺസ് ആണ് പഠിക്കുന്നത്. ഡക്കിന്റെ യങ് വൺ ഏതാ? ഡക്ലിങ്. ഡക്കിന്റെ കുഞ്ഞാണ് ഡക്ലിങ്. ഡക്ലിങ്ങിന്റെ മാമാണ് ഡക്ക്. ഹെന്നിന്റെ കുഞ്ഞുങ്ങളാണ് ചിക്ക്. എന്നാണ് പറയാ ഹെന്നിന്റെ കുഞ്ഞിനെ. കാവ്. കൗവിന്റെ കുഞ്ഞിനെ കാഫ് എന്നാണ് വിളിക്കുക. കിറ്റൺ. കാറ്റിന്റെ കുഞ്ഞിനെ കിറ്റൺ എന്നാണ് വിളിക്കുക, പൂച്ചക്കുട്ടി. ഡോഗ്, പപ്പി. ഇത്രയേ ഉള്ളൂ നമ്മളുടെ ചാപ്റ്റർ.
അപ്പൊ നമ്മള് യൂണിറ്റ് 1 ഫസ്റ്റ് ചാപ്റ്റർ 1 കളേഴ്സ് ആണ് ഇനി പഠിക്കാൻ പോകുന്നത്. യു ഹാവ് എ ഫ്യൂ ക്രയോൺസ്. നിനക്ക് കുറച്ച് ക്രയോൺസ് ഇല്ലേ? റെഡ്, യെല്ലോ ആൻഡ് ബ്ലൂ. ചുമപ്പുണ്ട്, യെല്ലോ ആൻഡ് നീല. ഗ്രീൻ, പർപ്പിൾ ആൻഡ് ബ്ലാക്ക്. പച്ചയുണ്ട്, വയലറ്റ് ഉണ്ട്, ബ്ലാക്ക് ഉണ്ട്, കറുപ്പ്. ഐ ഹാവ് സം ടു. എനിക്കുണ്ട് കുറച്ച്. ഐ നീഡ് ദ റെഡ്. എനിക്ക് റെഡ് വേണം. ആൻഡ് യു നീഡ് ദ ബ്ലാക്ക്. നിനക്ക് ബ്ലാക്ക് വേണം. ഇഫ് വി ഷെയർ അവർ ക്രയോൺസ്, നമ്മൾ ഈ ക്രയോൺസ് ഷെയർ ചെയ്താൽ വി ഹാവ് എ ഫുൾ പാക്ക്. നമുക്ക് ഫുൾ പാക്ക് കിട്ടും. ഓക്കെ, നെക്സ്റ്റ് പേജ്. ആൻസർ ദ ക്വസ്റ്റ്യൻസ്. അപ്പൊ നമുക്ക് ഇത്രയേ ഉള്ളൂ ഈ പോയം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ്. ആൻസർ ദ ക്വസ്റ്റ്യൻസ്. റൈറ്റ് യുവർ ആൻസേഴ്സ് ഇൻ ദ given space. First question, how many children are there in the poem? There are 2 children in the poem. Why did the children want to show the crayons? Because each of them missed a color and there were 2 crayons of a single color in the pack. Third question, how can the children in the poem have a full pack? They can share their crayons to make their full pack. B. Think and say. The children in the poem share their crayons. Do you share anything with your friends? What do you share? ആ പോമിലുള്ള ചിൽഡ്രന് അവരുടെ ക്രയോൺസ് ഷെയർ ചെയ്തു. ഡു യു ഷെയർ എനിത്തിങ്? നിങ്ങൾ എന്തെങ്കിലും നിങ്ങളുടെ സാധനം ഷെയർ ചെയ്തിട്ടുണ്ടോ നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ കൂടെ? വാട്ട് ഡു യു ഷെയർ? നിങ്ങൾ എന്താ ഷെയർ ചെയ്തേക്കുന്നേ? You have only green, blue, or red crayons. Talk in pairs what you would want to draw. നിങ്ങൾ പേഴ്സ് ടോക്ക് ചെയ്യാനാ പറഞ്ഞേക്കുന്നത്. ഇത്രയും ക്രയോൺസ് വെച്ച് നിങ്ങൾ എന്ത് ഡ്രോ ചെയ്യുന്ന? Now you have a blue, green, red, yellow, brown and orange crayons. ഇത്രയും ക്രയോൺസ് ഉണ്ട്. What can you draw? Draw here. എന്താ നിങ്ങൾക്ക് വരയ്ക്കാൻ പറ്റുന്നത്? നിങ്ങൾ അത് വരയ്ക്കാനാ പറഞ്ഞേക്കുന്നത്. അപ്പൊ ഞാൻ വരച്ചതാണ് കേട്ടോ ഇത്. അപ്പൊ എങ്ങനെയുണ്ട്? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? നിങ്ങൾ ഇതേപോലെ തന്നെയാണോ വരച്ചത്? ഞാൻ കുറച്ച് സമയം എടുത്താണ് വരച്ചേ. അപ്പൊ നമ്മുടെ അടുത്ത പേജ് ആണ് കേട്ടോ ഇത്. പേജ് നമ്പർ 6. ഫോർത്ത് ആക്ടിവിറ്റി ആണ്. Rearrange the letters to find the hidden color. ഇത് ജംബിൾഡ് ലെറ്റേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇത് കളേഴ്സിന്റെ ആണ് കേട്ടോ. അപ്പൊ ഫസ്റ്റ് എന്ന് പറയുന്നത് LEBU എന്നാണ് കൊടുത്തിരിക്കുന്നത്. അത് ബ്ലൂ ആണ്. നെക്സ്റ്റ് വൺ LYLEWO ആണ്. അത് യെല്ലോ ആണ് കേട്ടോ. RENEG ഗ്രീൻ ആണ്. RUPPEL പർപ്പിൾ ആണ്. NROBW ബ്രൗൺ ആണ് കേട്ടോ. അപ്പൊ നമുക്ക് ഇത് പഠിക്കാം. This is a green crayon. ഇത് ഗ്രീൻ ക്രയോൺ ആണ്. അപ്പൊ ഈ ഗ്രീനും ക്രയോണും ഗ്രീൻ GR കൂട്ടിയും ക്രയോൺ CR കൂട്ടിയുമാണ് വന്നെ. The word green begins with a GR. The word green green begin ചെയ്യുന്നത് GR കൊണ്ടാണ്. The word crayon begins with a CR. ആ ക്രയോൺ എന്ന് പറഞ്ഞ വേർഡ് begins with CR ആണ്. Now say these words aloud. ഇത് ഉറക്കെ പറയാനാണ് പറഞ്ഞിരിക്കുന്നത്. GR ഗ്രീൻ, ഗ്രേ, ഗ്രാസ്, ഗ്രേപ്സ്, ഗ്രാൻഡ് മദർ. ഇത്രയാണ്. അപ്പൊ GR കൂട്ടി ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് GR ആണ് ഇവിടെ മൊത്തം. CR ക്രയോൺ, ക്രാബ്, ക്രെയിൻ, ക്രോ, ക്രാഡിൽ. ഇവിടെ മൊത്തം CR കൂട്ടിയാണ് ആദ്യം തുടങ്ങിയിരിക്കുന്നത്. ഡ്രോ GR കൂട്ടിയാണ്. ഡ്രോ, ഡ്രം, ഡ്രസ്, ഡ്രോപ്പ്, ഡ്രാഗൺ. മൊത്തം DR കൂട്ടി. PR പ്രിൻസ്, പ്രിൻസസ്, പ്രൈസ്, പ്രേ, പ്രസന്റ്. പ്രിൻസ് എന്ന് വെച്ചാൽ രാജകുമാരൻ, പ്രിൻസസ് എന്ന് വെച്ചാൽ രാജകുമാരി. നെക്സ്റ്റ് മുഖം. ഈ പ്രൈസ് എന്ന് പറയുന്നത് ഇത് ഗിഫ്റ്റിനാണ് ഇവിടെ പ്രൈസ് എന്ന് പറയുന്നത് കേട്ടോ. ഇത് form a sentence using each words of these words. Form a sentence using each of these words and say it aloud. ഈ വേർഡ് വെച്ചിട്ട് ഒരു സെന്റൻസ് ഉണ്ടാക്കി എന്നിട്ട് ആ വേർഡ് അലൗഡിൽ സെൻഡ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. We have a fun. Here is a fun task for you. Look at these words
read out the color but not the words. For example, the word yellow is written in green color, so you should read yellow as green instead of yellow for the word. So yellow, അപ്പോൾ നമ്മൾ yellow എന്ന് റീഡ് ചെയ്യാൻ പാടില്ല, പകരം ഈ yellow എന്ത് ഇങ്ക് വെച്ചിട്ടാണെങ്കിൽ ആ ഇങ്ക് വേണം റീഡ് ചെയ്യാൻ. ബിക്കോസ് ഈ യെല്ലോ ക്രീം വെച്ചിട്ടല്ലേ എഴുതി, അപ്പോൾ ഗ്രീൻ എന്ന് വായിക്കണം. ബ്ലൂ റെഡ് വെച്ചിട്ടല്ലേ എഴുതി, അപ്പൊ റെഡ് എന്ന് വായിക്കണം. അങ്ങനെയാണ് ഇത് വായിക്കേണ്ടത്. അപ്പൊ ഇത് ബ്ലൂ, യെല്ലോ, ബ്ലൂ, വയലറ്റ്, റെഡ്, ബ്ലാക്ക്, ഗ്രീൻ, ബ്ലാക്ക്, വയലറ്റ്, red. Words used to show actions are called action words. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചാല്, ഈ ആക്ഷൻ വേർഡ്സ് റീഡ് ചെയ്തിട്ട് ഈ വേർഡ്സ് മൊത്തം റീഡ് ചെയ്ത് ആക്ഷൻ വേർഡ്സ് സെർച്ച് ചെയ്യണം. ക്യാരറ്റ്, ഫസ്റ്റ് വൺ. ക്യാരറ്റ് ഒരു ആക്ഷൻ വേർഡ് അല്ല. ആക്ഷൻ വേർഡ് എന്ന് വെച്ചാൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ഡൂയിങ് വേർഡ്സ് എന്നും പറയും. ഫസ്റ്റ് വൺ ക്യാരറ്റ്. ലാഫ്, ഡാൻസ്, ലെറ്റ്, ഈറ്റ്. ലാഫ്, ഡാൻസ്, ഈറ്റ്, ഇത്രയും ഈ റോയില് ആക്ഷൻ വേർഡ് ആണ്. അത് നമുക്ക് സർക്കിൾ ചെയ്യാം. ക്രൈ, സ്വിം, പൊട്ടാറ്റോ, സ്ലീപ്പ്, പ്ലേ. ഈ പൊട്ടാറ്റോ മാത്രം ഒരു ആക്ഷൻ വേർഡും അല്ല, ബാക്കി ഈ റോയില് 4 ആക്ഷൻ വേർഡ് ആണ്. സൺ, ഡിഗ്, ജമ്പ്, റണ്ണ്, ബുക്ക്. സണ്ണ് ആക്ഷൻ വേർഡ് അല്ല, ബുക്കും ആക്ഷൻ വേർഡ് അല്ല. ഈ 3 ആക്ഷൻ വേർഡ് ആണ്. ഫേസ്, റൈറ്റ്, കാറ്റ്, സ്മൈല്, പുഷ്. ഫേസും കാറ്റും ഒരിക്കലും ആക്ഷൻ വേർഡ് ആവത്തില്ല. റൈറ്റ്, സ്മൈല്, പുഷ് ഇതൊക്കെ ആക്ഷൻ വേർഡ് ആണ്. നമുക്ക് നെക്സ്റ്റ് പേജിലോട്ട് പോവാം. Find the action words in the grid below. One is stand for you. ഇവിടെ വാക്ക്, yarn, pour, കഫ്, ഗിവ്, സീ, ഓപ്പൺ, ഹെൽപ്പ്. അപ്പൊ ഇവിടെ ഇതാണ് അവർ ഡൺ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇവിടെ നോക്കിയിട്ട് വേണം നമ്മൾ ഇത് സെറ്റ് ആക്കാനായിട്ട്. അപ്പൊ ഇവിടെ കുറെ ലെറ്റേഴ്സ്, അത് നമ്മൾ സർക്കിൾ ചെയ്യണം. സെക്കൻഡ് വൺ യാൺ ആണ്. അത് നമ്മള് ഒരെണ്ണം വരച്ചിട്ടുണ്ടെങ്കിൽ വേറെ ഇല്ലെങ്കിൽ നമ്മൾ അതിന്റെ മുകളിൽ കൂടെ തന്നെ വരയ്ക്കാം, അത് കുഴപ്പമില്ല. ഞാൻ പൂവ ഇവിടെ തന്നെ ഉണ്ട്. കഫ് ഇവിടെയാണ്. ഗീവ് ഇത്, സി ഇത്, ഓപ്പൺ, ഹെൽപ്പ്. ഇത്രയാണ് ബിയിലുള്ളത്. നമുക്ക് സിയിലേക്ക് പോവാം. There are 26 letters in the English alphabet. ഇത് ഞാൻ പറയില്ല, പറഞ്ഞു നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമല്ലേ. അപ്പൊ നമുക്ക് എ തൊട്ട് സെന്റൻസ് തുടങ്ങാം. എ, ആനു ഈറ്റ്സ് ആൻ ആപ്പിൾ. ആനു ഒരു ആപ്പിൾ കഴിക്കുന്നു. ബി, ബാസു ഹാസ് എ ബാറ്റ് ആൻഡ് എ ബോൾ. ബാസു എന്ന് പറഞ്ഞ ഒരു കുട്ടിക്ക് ബാറ്റും ഉണ്ട് ബോളും ഉണ്ട്. സി, ചന്തു ലൈക്സ് ക്യാബേജ് ആൻഡ് ക്യാരറ്റ്സ്. ചന്തുവിന് ക്യാബേജും ക്യാരറ്റ്സും ഇഷ്ടമായിരുന്നു. ദിനേശ് ഡാൻസസ് ഡേ ആൻഡ് നൈറ്റ്. ദിനേശ് ഡാൻസ് ഡേ ആൻഡ് നൈറ്റ് കളിക്കും. ഇഷ എൻജോയ്സ് ആൻ എലിഫന്റ് റൈഡ്. ഇഷ എനിക്ക് നല്ല ഇഷ്ടമായി എലിഫന്റ് റൈഡ്. ഫേസ് ഫീഡ് എ ഫിഷ്. ഫേസ് ഫിഷിനെ ഫീഡ് ചെയ്യാണ് കേട്ടോ. ഇത് ഗോവിൻ ഗൂസ് ടു ഗെറ്റ് ഗുവാവാസ്. ഗോവിന്ദ് പോവാണ് എന്തിനാ ഗുവാവാസ് കിട്ടാനായിട്ടാ. ഹരി ഹെൽപ്സ് ഹേമന്ത്. ഹരി ഹേമന്തിനെ ഹെൽപ്പ് ചെയ്യുവാണ്. ഐ ലൈക്ക് ഐസ്ക്രീം. എനിക്ക് ഐസ്ക്രീം ഇഷ്ടമാണ്. ജാക്ക് ജസ്റ്റ് ജംപ്സ് ഡൗൺ. ജാക്ക് ജമ്പ് ചെയ്തു, ഡൗണിൽ ജമ്പ് ഡൗൺ. ഓക്കെ. കവിത കീപ്സ് ദ കിറ്റൻസ് ഓൺ ഹെർ നീസ്. മുട്ടിൽ വെച്ചു. ഇവരുടെ കിറ്റൻസ് എന്ന് പറഞ്ഞാണ് ഈ കാറ്റിന്റെ കുട്ടികളെ, നമ്മൾ യൂണിറ്റ് 1 പഠിച്ച കാറ്റിന്റെ കുട്ടികളെ പറയുന്നതാണ് കിറ്റൻ. അപ്പൊ കവിത കീപ്സ് ദ കിറ്റൻസ് ഓൺ ഹെർ നീസ്. കവിത അവളുടെ പൂച്ചക്കുട്ടികളെ അവളുടെ മുട്ടിൽ വെച്ചു. ലാറ്റ ലവ്സ് ലെമൺഡ്. ലാൽക്ക് ലെമൺഡ് ഭയങ്കര ഇഷ്ടമാണ്. മാധവ് മിക്സസ് മിൽക്ക് ആൻഡ് മാംഗോ പൾപ്പ്. മാധവ്
മിൽക്കും മാംഗോ പൈലറ്റും കൂടെ മിക്സ് ചെയ്തു. നവിത് writes his name on her new notebooks. നവിത് അവൻ ന്യൂ നോട്ട്ബുക്കില് പേര് എഴുതുവാട്ടോ. Also, Om opens a box of oranges. Om ഒരു ഓറഞ്ചസിന്റെ പെട്ടി ഓപ്പൺ ചെയ്തു. പ്രേമ puts a pencil in her pocket. ഇതാണ് കേട്ടോ ഈ പ്രേമയുടെ എന്താണ്. She grew up quietly. Radha rolls the red ribbon. 6 sparrows sit on a sack. The teacher tells a tale. Usha uses an umbrella. Vishnu visits a village in a van. We see a watchman near the white wall. Exits the last letter in ox, fox and box. Yasmin and Yana are friends. Zebras grass in the zoo. നമുക്ക് ഇനി 2 പേജോടെ ഉള്ളൂ, അതുപോലെ നമുക്ക് തീർക്കാട്ടോ. Let us arrange some words in alphabetical order. Let us take names of 5 foods to begin with. അതായത് ഇവിടെ കുറെ വേർഡ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് ഫസ്റ്റ് ലെറ്റർ എ ബി സി എന്നാണല്ലോ. അപ്പോ ആ ഇത് വെച്ചിട്ട് ആ എ ആണെങ്കിൽ എയിൽ ഫസ്റ്റ് എടുക്കുക, എന്നിട്ട് ബി ബനാന, സി ഇത്, ജി ഫോർ 5 ഓറഞ്ച്. അങ്ങനെയാണ്. ഇത് ഇല്ലെങ്കിൽ നെക്സ്റ്റ് ലെറ്റർ നോക്കാം, നോക്കിയിട്ട് അതും ഇല്ലെങ്കിൽ അങ്ങനെ പോയി ഇതാണോ അങ്ങനെ നോക്കണം കേട്ടോ. Now arrange those words in alphabetical order. Look at the first letter of each word. എല്ലാ വേർഡിന്റെയും ഫസ്റ്റ് ലെറ്റർ നോക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. Put them in the order of the alphabet. ആ ആൽഫബറ്റിന്റെ ഓർഡർ നിർത്തണം. So the names of the fruits in alphabetical order would be apple, banana, cherry, grapes, orange. ഇതല്ല ഓർഡർ, ഇതാണ് ഇതിന്റെ ഓർഡർ. Now write these colors in alphabetical order. അപ്പൊ ഈ കളേഴ്സ് ആൽഫബറ്റിക്കൽ ഓർഡറിലാണ് എഴുതാൻ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ഉണ്ട് ക്ലൂ, പക്ഷെ ഇതിനകത്ത് നോക്കി വേണം എഴുതാനായിട്ട്. അപ്പൊ നമുക്ക് നെക്സ്റ്റ് പേജിലേക്ക് പോവാം. Let us do. You all have friends, don't you? Like you words also have friends. Look at these words. Match each word with his friend word. Write a new word in the space given. The picture clue will help you. Havana has been done for you. Word, friend, new word, clue. ഇതാണ് ക്ലൂ. ഇവിടെ ന്യൂ വേർഡ് എഴുതണം, ഇവിടെ ഫ്രണ്ട് ആണ്, ഇവിടെയാണ് വേർഡ്. മാച്ച് ചെയ്തിട്ട് ഇപ്പൊ റെയിൻബോ എന്ന് പറയുമ്പോ ഈ റെയിൻബോയുടെ ഇവിടെ റെയിൻബോ എന്ന് എഴുതണം. അങ്ങനെയാണ് കേട്ടോ. പിന്നെ ബ്ലൂബെറി ഇവിടെ ബ്ലൂബെറി എന്ന് എഴുതണം. അടുത്തത് ന്യൂസ് പേപ്പർ. ബാസ്കറ്റ്ബോൾ എർത്ത് വോം എന്ന് പറഞ്ഞാൽ മണ്ണിരയാണ്. അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ ചാപ്റ്റർ. അപ്പൊ എനിക്കറിയാവുന്ന കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. ഇതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമന്റ് ചെയ്യണേ. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോ ആയി വരുന്നവരെ ബൈ.